എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മുടെ ദ സ്പോക്ക് ചാണക്യ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ്. 300 വീഡിയോസാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അത്രയും ഇതുവരെയും ചെയ്തിട്ടില്ല. ഈ ഒരു പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കടയിൽ ചെന്നപ്പോൾ, ഒരു ബുക്ക് സെല്ലിംഗ് ഷോപ്പിൽ ചെന്ന സമയത്ത് അവിടെ കണ്ട് അങ്ങനെ ചാണക്യൻ എന്ന് പറയുന്ന ആ ഒരു പേര് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ദിവസവും വീഡിയോ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് തോന്നി. വലിയ വിലയുമില്ല, ഏകദേശം 230 രൂപ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വാങ്ങിച്ചപ്പോൾ. ഏകദേശം എനിക്കൊന്നൊരു 3-4 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഈ പുസ്തകത്തിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു പക്ഷേ പറയുന്നതായിട്ട് തോന്നിയേക്കാം, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് എനിക്കും അറിയാം. അതെന്തൊക്കെയാണെന്ന് പോലെ എനിക്ക് പോലും ഓർമ്മയില്ല. അപ്പോൾ നല്ലൊരു സമയമെടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നാലും നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ എഴുതിയ ദ സ്പോക്ക് ചാണക്യ എന്ന് പറയുന്ന പുസ്തകം. ഇത് തീർച്ചയായിട്ടും നമുക്ക് വാങ്ങാവുന്നതാണ്. വലിയ വിലയുള്ളതല്ല. ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇതെങ്ങനെ വാങ്ങിച്ചാലും ഇത് വായിക്കുക, അതിനെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചാണക്യനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇദ്ദേഹം, ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളൈ, ശരിക്കും പറഞ്ഞാൽ ചാണക്യനെ കുറിച്ച് തന്നെ ഒരുപാട് പഠനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ചാണക്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം തന്നെയാണ്. അർത്ഥശാസ്ത്രം ഞാനും ഇത് വായിക്കുന്നതിന് മുമ്പ് വിചാരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് എന്നാണ്. പക്ഷേ പിന്നെ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് രാജാവ് മാത്രമല്ല, ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു ചെറിയൊരു നേതാവാണെങ്കിലും ഇനി ഒറ്റ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വായിക്കുകയും അതേപോലെ തന്നെ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു പുസ്തകമായിട്ട് വരാം. അതുവരെ നമസ്കാരം.